ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ½ kg സ്ട്രോബെറി കേക്ക് ഓവൻ ഇല്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ കേക്ക് ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഈ മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചതിന് ശേഷം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യരുത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് പഞ്ചസാരപ്പൊടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഈ ഒരു പാകത്തിന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്ത് ഒരു ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത് ഓയിൽ ചേർത്തിട്ട്. അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ്. 1 കിലോ ആണെങ്കിൽ നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എളുപ്പം തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഒന്ന് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്. ഞാൻ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. വീഡിയോ ഞാൻ സ്പീഡാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് കാണുമ്പോൾ സ്പീഡായിട്ട് തോന്നുകയാണ്. ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് നേരം ഇതേപോലെ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായിട്ട് വരില്ല. കേക്ക് ബാറ്റർ ശരിക്കും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ബീറ്റ് ചെയ്താലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സ്ട്രോബെറി മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ചേർത്തിട്ടുള്ളത്. ആ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ സ്ട്രോബെറി മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബാറ്റർ ഒരുപാട് മിക്സായി പോയിട്ടൊന്നുമില്ല. ആ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ കുത്തി ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ½ kg മോൾഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബിരിയാണി പോട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണി പോട്ടിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ബിരിയാണി പോട്ടിൽ അല്ല, നിങ്ങൾ ഓവനിലാണ് ചെയ്യണമെങ്കിൽ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇനി ചൂടായിട്ടുള്ള ബിരിയാണി പോട്ടിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ലോ സ്പീഡിൽ മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 25 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് 3 സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് സെൻട്രലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം.
എന്നിട്ട് അതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് സ്ലൈസ് കേക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെക്കാൻ വിട്ടുപോയി. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ഷുഗർ സിറപ്പ്. പഞ്ചസാരപ്പൊടി എങ്ങനെ വന്നാലും നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കേക്കിലിടാൻ വെക്കുന്ന പഞ്ചസാരപ്പൊടി ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് സ്ട്രോബെറി മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി കേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കേക്കിന് നല്ല ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കേക്ക് വെറ്റായി കിട്ടുകയും വേണം. അപ്പോൾ ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അത്രയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ ഗ്ലാസ്സിലൊരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് മാഷാഅല്ലാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പക്ഷേ എന്നാലും ഒന്നുകൂടെ വെറ്റ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ കേക്കിന് ആ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ പോയി ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. കാര്യം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ക്രഷും കൂടെ ഇതിന് മുകളിലേക്കിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് സ്ട്രോബെറി കേക്ക്. പിന്നെ ഈ സ്ട്രോബെറി ക്രഷും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ സ്ട്രോബെറി കേക്കിന്. അപ്പോൾ അതിന് മുകളിലേക്ക് ഇനി അടുത്ത കേക്ക് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമും പിന്നെ ക്രഷും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് മൊത്തമായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം തിന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇനി നമുക്ക് വീണ്ടും കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും പൈപ്പിംഗ് ബാഗ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പുള്ള ഒരു വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് കഴിയുന്നത്. കാര്യം എല്ലാ ഭാഗത്തേക്കും ശരിക്കും ആ വിപ്പിംഗ് ക്രീം സ്പ്രെഡായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഐസിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഫ്ലേവറും കിട്ടും, ആ റോസ് കളറും കൂടെ, സ്ട്രോബെറിയുടെ ആ ഒരു റോസ് കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് സ്ട്രോബെറി എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരിട്ട് ഇതിലേക്ക് കളർ ചേർക്കുന്നതിനേക്കാളും ഈ സ്ട്രോബെറി മിക്സ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്രീമിനും നല്ലൊരു സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും.
അപ്പോൾ ഇതിലേക്ക് ഇതേപോലെ കളർ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പാകത്തിന് നമുക്കിനി ഇതിലേക്ക് ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കേക്കിൻ്റെ ബോർഡർ ആദ്യമേ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ എല്ലാ സൈഡ്സിലേക്കും ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം ഒരുപാട് ലൂസായി പോയെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ താഴെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം. നമ്മുടെ സ്ട്രോബെറി കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.